Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 പാരലൽ ലൈൻസിലെ പേജ് നമ്പർ 54 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിനകത്ത് ആ രണ്ട് ട്രയാങ്കിളിനെ ബേസ് എഡ്ജ് സെയിം ആണ്, അതായത് ബേസ് സെയിം ആണ്. രണ്ടാമത്തെ ഫിഗറിൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും ലാറ്ററൽ സൈഡ്സ് ആയിട്ട് വരുന്ന സൈഡുകളുടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ, പച്ച കളർ ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ഫിഗർ കുറച്ച് വലുതായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, 3 സബ് ഡിവിഷൻസ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഈ ക്വാഡ്രിലാറ്ററൽ, അതായത് ഈ ഗ്രീൻ കളറിൽ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫിഗറിന് ഇവിടെ പേരൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫിഗറിന് പേര് കൊടുക്കുകയാണ്. വലിയ ട്രയാങ്കിളിനെ ABC എന്നും ചെറിയ ട്രയാങ്കിൾ ABDയും ആക്കി എടുത്തു. ക്വാഡ്രിലാറ്ററലിൻ്റെ പേര് PQRS എന്നും എടുത്തു. ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്ന് തെളിയിക്കണം. പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പം ഞാനിവിടെ ആദ്യം ഈ വലിയ ട്രയാങ്കിൾ എടുക്കുകയാണ്. വലിയ ട്രയാങ്കിളിൻ്റെ പേര് ABC. ഇതിൽ S എന്ന് പറയുന്ന ACയുടെ മിഡ് പോയിന്റ് ആണ്. R ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. അങ്ങനെ ആവുമ്പോൾ SR ഈക്വൽ ടു ഹാഫ് AB ആണ്. അതുകൂടാതെ SR പാരലൽ ABയും ആണ്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിലേക്ക് പോകാം. അതായത് ആ ചെറിയ ട്രയാങ്കിളായ ABD, ആ ട്രയാങ്കിളിൽ P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD ആൻഡ് Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BD. അപ്പോൾ നമുക്ക് PQ ഈക്വൽ ടു ഹാഫ് AB എന്നും PQ പാരലൽ AB എന്നും എഴുതാം. ഇനി ഞാൻ പറഞ്ഞു, ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കറിയാം SR ഈക്വൽ ടു ഹാഫ് AB ആണ്, PQ ഈക്വൽ ടു ഹാഫ് AB ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡ് രണ്ട് സെയിം ആകുമ്പോൾ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് SR ഈക്വൽ ടു PQ എന്ന് എഴുതാം. അതായത് SRും PQവും ആ റെഡ് കളറിലെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അത് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇനി SR പാരലൽ ABയും ആണ്, PQ പാരലൽ ABയും ആകുമ്പം SR പാരലൽ AB ആകും. അപ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ് കിട്ടി. അപ്പം നമുക്ക് ഈ PQRS എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ C എന്ന പോയിന്റ് വലിയ ട്രയാങ്കിളായ ABCയുടെ മുകളിലത്തെ കോർണറാണ്. D എന്ന പോയിന്റ് ചെറിയ ട്രയാങ്കിളായ ABDയുടെ മുകളിലത്തെ കോർണറാണ്. ആ രണ്ട് പോയിന്റ്സ് സിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്വാഡ്രിലാറ്ററൽ PQRS ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. ആ പാരലോഗ്രാം ഒരു റോംബസ് ആകണമെങ്കിൽ ഈ സിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെ വരണം, എങ്ങനെ വന്നാലാണ് അതൊരു റോംബസ് ആകുന്നത്. രണ്ടാമത്തെ പാർട്ട്, ഈ PQRS ഒരു റെക്റ്റാങ്കിൾ ആകണമെങ്കിൽ ഈ സിയും ഡിയും എങ്ങനെ വന്നാലാണ് അത് റെക്റ്റാങ്കിൾ ആണ്. മൂന്നാമത്തെ പാർട്ട്, ഈ PQRS ഒരു സ്ക്വയർ ആകണമെങ്കിൽ സിയും ഡിയും എങ്ങനെ വരണം. ഇത് 3 ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രൂവ് ചെയ്തു PQRS ഒരു പാരലോഗ്രാം ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള റോംബസ് ആണ്. റോംബസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും തുല്യമായിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി റോംബസ് ആകണമെങ്കിൽ എല്ലാ സൈഡും തുല്യമായിരിക്കണം. എല്ലാ സൈഡും തുല്യമാകുന്നതിന് പകരം നമുക്ക് ഏതെങ്കിലും രണ്ട് സൈഡ്, അടുത്തടുത്തുള്ള രണ്ട് സൈഡ് തുല്യമാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ബാക്കി അപ്പോൾ ഈക്വലായി വന്നോളും. അപ്പോൾ ഇവിടെ ഞാൻ PQവും SPയും ആണ് എടുക്കുന്നത്. ആ PQ വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിലാണ്, ട്രയാങ്കിൾ ABDയിലാണ്. ആ ട്രയാങ്കിളിൽ B എന്ന് പറയുന്ന ADയുടെ മിഡ് പോയിന്റാണ്. അതേപോലെ Q എന്ന് പറയുന്ന BDയുടെയും മിഡ് പോയിന്റാണ്. അപ്പോൾ PQ എന്ന് പറയുന്നത് ഹാഫ് AB ആണ്. PQ പാരലൽ AB വേണം. നമുക്കത് അവിടെ ആവശ്യമില്ല, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾറെഡി പാരലലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് SP എന്ന സൈഡ് എടുക്കാം. ആ PQRSലെ SP എന്ന വശം അതിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രീൻ കളറിൽ ട്രയാങ്കിൾ എടുക്കുന്നു.
ഈ ട്രയാങ്കിളിൻ്റെ പേരാണ് ADC. ആ ട്രയാങ്കിളിൽ എസ് എന്ന് പറയുന്ന AC-യുടെ മിഡ് പോയിൻ്റ് ആണ്, പി എന്ന് പറയുന്ന AD-യുടെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ SP = ½ CD എന്ന് എഴുതാമല്ലോ. ഇനി നമുക്കിത് റോംബസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോംബസ് ആണെങ്കിൽ ആ സിയും ഡിയും എവിടെ കിടക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റോംബസ് ആകുമ്പം ഈ SP-യും PQയും തുല്യമായിരിക്കുമല്ലോ. അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന AB-യും CD-യും തുല്യമായിരിക്കണം. AB-യും CD-യും തുല്യമാകുക എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള അതേ നീളം തന്നെ ആയിരിക്കണം C മുതൽ D വരെയുള്ള നീളം. അങ്ങനെയാണെങ്കിൽ മാത്രമേ PQRS ഒരു റോംബസ് ആവത്തുള്ളൂ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? ഈ PQRS ഒരു റെക്റ്റാങ്കിൾ ആണ്. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത് PQRS ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലായി. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണ്. അതിൻ്റെ കൂടെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വശങ്ങൾ തമ്മിൽ ലംബമാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് നമുക്കറിയാം. അപ്പം ഞാൻ ആ രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ആ ഫിഗറിൽ വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ചെരിഞ്ഞിരിക്കുന്ന വശം നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് പാരലോഗ്രാം എന്നുള്ളത് റെക്റ്റാങ്കിളായി മാറുന്നത്. അപ്പോൾ ആ SP എന്നുള്ള വശം നേരെയാണല്ലോ, PQക്ക് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന AB എന്നുള്ള വശത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം CD എന്ന വശം ഇരിക്കേണ്ടത്. എങ്കിലേ ഉള്ളൂ SP-യും CD-യും പാരലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AB പെർപെൻഡിക്കുലർ ടു CD ആണെങ്കിൽ PQRS ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PQRS എന്നുള്ളത് സ്ക്വയർ ആവണം. നമുക്ക് റോംബസ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. റോംബസിന് എല്ലാ സൈഡും ഈക്വൽ ആണ്, സ്ക്വയറിനും എല്ലാ സൈഡും ഈക്വൽ ആണ്. റോംബസിന് പക്ഷേ ആംഗിൾ പ്രശ്നമില്ല, സ്ക്വയറിന് ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ എല്ലാ സൈഡ് തുല്യവും ആകണം, പെർപെൻഡിക്കുലറും ആയാൽ മാത്രമേ ഉള്ളൂ സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സെയിം വരണം. അതായത് AB പെർപെൻഡിക്കുലർ ടു CD-യും ആകണം, AB ഈക്വൽ ടു CD-യും ആയെങ്കിൽ മാത്രമേ PQRS ഒരു സ്ക്വയർ ആവത്തുള്ളൂ. ഇനി നമ്മളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ C എന്ന പോയിന്റ് ഒരു AB-യുടെ ഒരു വശത്തും D എന്ന പോയിന്റ് AB-യുടെ മറുവശത്തും വന്നാൽ ഇതെല്ലാം ശരിയാകുമോ ഇല്ലയോ? അപ്പോൾ ഇതെല്ലാം ശരിയാകും. അതിൻ്റെ പ്രൂഫ് നമുക്ക് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതേ പേജ് നമ്പറിൽ കിടക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആകും. നമ്മുടെ ഇതേ പ്രൂഫ് തന്നെയാണ്, പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇത് മിഡ് പോയിന്റ്സ് ആണ്, P-യും Q-യും R-ഉം S-ഉം ഈ 4 വശങ്ങളുടെ മിഡ് പോയിന്റ്സ് ആണ്. ഇവിടെ C-യും D-യും എതിർവശത്ത് വരുമ്പം ഇതൊരു ക്വാഡ്രിലാറ്ററലായി മാറും. ഈ രണ്ട് ട്രയാങ്കിളും ചേർത്ത് വെച്ചിരിക്കുന്നത് ബ്ലൂ കളറിൽ അത് ക്വാഡ്രിലാറ്ററലായി മാറും. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതൊരു പാരലോഗ്രാം ആകും. അതായത് റെഡ് കളറിൽ കിടക്കുന്ന PQRS ഒരു പാരലോഗ്രാം ആകും എന്ന് പ്രൂവ് ചെയ്യാനാണ്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ അത് റോംബസ് ആകുമ്പോഴും സ്ക്വയർ ആകുമ്പോഴും റെക്റ്റാങ്കിൾ ആകുമ്പോഴും എങ്ങനെയൊക്കെ കണ്ടീഷൻസ് വരണം എന്നുള്ളത് പഴയ കണ്ടീഷൻസ് തന്നെയാണ്. C-യും D-യും എതിർവശത്ത് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ആവും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.